ധർമ്മസ്ഥലയിലുണ്ടായ വിവാദങ്ങളെല്ലാം തന്നെ കെട്ടിച്ചമച്ചതാണെന്ന് ഇതിനോടകം തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാൻ കഴിയുന്നത് ഈ മൊഴി കൊടുത്തിരിക്കുന്ന ശുചീകരണ തൊഴിലാളി ഭൂമാഫിയയ്ക്ക് വേണ്ടിയിട്ട്, അതായത് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന വ്യാജ ആരോപണങ്ങൾ ഇല്ലാത്ത ആൾക്കാരെ കാണാതായി, ഉള്ള ആൾക്കാരല്ല ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെ വ്യാജത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. ധർമ്മസ്ഥലയെ അധർമ്മസ്ഥലയായി ചിത്രീകരിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം. ഇതിന് പിന്നിൽ വർഗീയവാദികളും തീവ്രവാദികളും അടക്കം അന്താരാഷ്ട്ര മാഫിയകൾ വരെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. അൽ ജസീറ പോലുള്ള തീവ്രവാദി മാധ്യമങ്ങൾ ഇതിൻ്റെ ഭാഗമാകുന്നു. തീവ്രവാദികൾ ലോകമെമ്പാടും തീവ്രവാദം കയറ്റി അയച്ച് ഹൂറികളെ കിട്ടുമെന്നുള്ള സ്വപ്നം പറഞ്ഞ് മനുഷ്യരെ ബോംബ് വെച്ച് കൊല്ലുന്ന ഭീകരവാദികൾക്ക് കുടപിടിക്കുന്ന അൽ ജസീറ പോലുള്ള ഭീകരമാധ്യമങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭൂമാഫിയയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെ നമുക്ക് പറയാം. ഇപ്പോൾ അധർമ്മസ്ഥലം ആക്കി മാറ്റുക എന്ന് പറഞ്ഞല്ലോ, അത് ആക്കി മാറ്റേണ്ടത് ചിലരുടെ ആവശ്യം കൂടിയാണ് എന്നുള്ളത്. ഒരു അധർമ്മസ്ഥലം ആക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലോട്ട് അല്ലെങ്കിൽ ഈ ഭൂമി ഇവരുടെ കൈവശം എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്കകം ഈ ജനങ്ങൾക്ക്, മനുഷ്യന് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഈ സംഭവങ്ങൾ മറന്നുപോകും. പിന്നീട് റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ട് മാത്രമല്ല, ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് പിന്നിൽ മറ്റു ചില സംഘടനകൾ, നേരത്തെ പറഞ്ഞതുപോലെ ചില മതപരിവർത്തന ലോബി ഉണ്ട് എന്ന് പറയുന്ന മുസ്ലിം സംഘടനകളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ സ്വാഭാവികമായി ഇതൊക്കെ മറക്കുമ്പോഴേക്ക് ഈ പ്ലോട്ട് അത്രയും ഇവരുടെ കയ്യിലിരിക്കും. ഇതാണ് ഇവർക്ക് വേണ്ടിയിരുന്നത്. കാരണം ഹെക്ടർ കണക്കിന് സ്ഥലമാണ് ഈ പറയുന്ന മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വന്ന് പെട്ടിട്ടുള്ളത്. ഇത് പലരുടെയും എന്താ പറയുക, നോട്ടത്തിലാണ്. ആ നോട്ടം എന്നുള്ളത് തന്നെയാണ്. സ്ഥലത്തർക്കം എന്നുള്ള വാർത്തകൾ ഇതിനിടയിൽ വന്നിരുന്നുവെങ്കിൽ പോലും പക്ഷെ ആർക്കും അത് അന്വേഷിച്ച് പോകാനായിരുന്നില്ല താല്പര്യം. എല്ലാവർക്കും മറ്റു ചില താല്പര്യങ്ങളുണ്ടായിരുന്നു. ചില മാധ്യമങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെന്ന് അവിടെ തമ്പടിച്ച് വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ മാധ്യമങ്ങൾ പോലും ആർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിനു കൂടി നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ഉടമയായിട്ടുള്ള മഹേഷ് റെഡ്ഡി തിമ്മറോഡി എന്ന് പറയുന്ന ഒരു ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ ശുചീകരണ തൊഴിലാളിയെ പ്രവർത്തിച്ചത് എന്നാണ് പറയുന്നത്. ഈ ശുചീകരണ തൊഴിലാളി ഒരു ഹിന്ദു അല്ല, അയാൾ ഒരു ദളിത് ആയിരുന്നു. പിന്നീട് അയാൾ മതപരിവർത്തനം നടത്തി ഹിന്ദു അല്ലാതായതാണ്. അപ്പോൾ അതിനുശേഷം ഇയാളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഉടമ എന്നാണ് പറയുന്നത്. ഈ റിയൽ എസ്റ്റേറ്റ് ഉടമയ്ക്കും ചില മതപരിവർത്തന ലോബിക്കുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി പ്രവർത്തിച്ചത് എന്ന് പറയുന്നു. ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയെ ഈ പറയുന്ന നുണകൾ മുഴുവനും പറഞ്ഞു പഠിപ്പിച്ചതിനു ശേഷം ഇയാൾ മാറി നിന്നു. ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഉടമ മാറി നിന്നു എന്ന് പറയുന്നു. ഇയാൾ പറയുന്നത് പണ്ട് ഇവിടെ പലതരത്തിൽ ഭൂമി കച്ചവടമൊക്കെ നടന്നിരുന്നു. ഈ ഭൂമി കച്ചവടം നടന്നതിന് ശേഷം എന്നാൽ ഇവർ തമ്മിൽ, അതായത് ക്ഷേത്രാധികാരികളും ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഉടമയുമായിട്ട് ചില തർക്കങ്ങളുണ്ടായി. ഈ പറയുന്ന ഭൂമി വിൽക്കുന്നതിന് പിന്നിൽ ക്ഷേത്രത്തിന് പങ്കില്ല എന്നുള്ള കാര്യത്തിലേക്ക്, ഹെക്ടർ കണക്കിന് സ്ഥലമല്ലേ, ഏതെങ്കിലും ഒരു മൂല മുറിച്ചു വിട്ടാൽ പെട്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഇയാളുടെ ഭൂമിയാണ് എന്ന് വരുത്തി തീർക്കാനും വ്യാജരേഖകൾ ഉണ്ടാക്കാനും ഒക്കെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അത്തരത്തിൽ ചെയ്തത് കൊണ്ടായിരിക്കണം ക്ഷേത്രാധികാരികൾ പറയുന്നുണ്ട് ഇതിന് ഈ ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നത്. ഇതോടുകൂടി ഈ ക്ഷേത്ര ട്രസ്റ്റ് ഉടമകളുമായിട്ട് ഈ പറയുന്ന മഹേഷ് റെഡ്ഡി തിമ്മറോഡി എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഉടമ തെറ്റുകയാണ്. തെറ്റി പിരിഞ്ഞതിന് ശേഷം ആണ് ഈ ഒരു വിഷയത്തിലേക്ക് ഇയാൾ കടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ ഈ നിക്കക്കളിയില്ലാതെ വന്നപ്പോൾ ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി സത്യം വിളിച്ചു പറഞ്ഞതോടുകൂടി ഇയാൾക്ക് നിൽക്കക്കളിയില്ലാതെയായി. അപ്പോൾ ഈ തിമ്മറോഡി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? ഇയാൾ ഒരു പത്രസമ്മേളനം നടത്തി. ഈ പത്രസമ്മേളനത്തിൽ ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യവും അന്വേഷണ വിധേയമാക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ആണിക്കല്ലടിക്കുന്ന ഒരു കാര്യമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം അയാൾ പറഞ്ഞിരിക്കുന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെയാണ്. ഇവിടെ 28 കൊലപാതകങ്ങൾ നടന്നു എന്ന് പറയുന്നു. ഇതിന് പിന്നിൽ സിദ്ധരാമയ്യയാണെന്ന് കൂടി ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധപ്പെട്ട ഈ തിമ്മറോഡി പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്ര ദിവസവും BJPയെ, ഹിന്ദു സമുദായത്തെ, ആ സമുദായത്തിൽപ്പെട്ട വിശ്വാസികളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പലതരത്തിലുള്ള കഥകൾ മെനഞ്ഞു വിട്ട കോൺഗ്രസ്സാണ്.
ഈ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ഉടമ പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ഇവർ പറയാൻ പോകുന്ന ഒരു കാര്യം ഇതൊക്കെ വ്യാജമാണ് എന്നായിരിക്കും. ഈ വ്യാജമാണ് എന്ന് തന്നെയല്ലേ ഇതിനു മുമ്പ് ഈ ഒരു ആരോപണം 4000-ഓളം സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടി എന്ന് പറഞ്ഞ ചില്ലറയൊന്നുമല്ല. അപ്പോ ഈ 4000 ഒരു മൃതദേഹം പോലും മറവ് ചെയ്യാൻ ഒരാൾക്ക് സാധ്യമല്ല. ഒരാൾ ബോധം കെട്ട് വീണാൽ താങ്ങിയെടുക്കാൻ തന്നെ 50 കിലോയുള്ള ഒരാളിനെ തന്നെ താങ്ങിയെടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് പ്രായോഗികമായി അറിയാമെന്നുള്ളതാണ്. അപ്പോഴാണ് പറയുന്നത് ഒരു ശുചീകരണ തൊഴിലാളിയായ ഒരാൾ ഒരു മൃതദേഹം ചുമന്നുകൊണ്ടുപോയി ഒറ്റയ്ക്ക് 5 അടിയോളം താഴ്ചയിൽ കുഴിയെടുത്ത് അവിടെ കുഴിച്ചിട്ടു എന്ന് അയാൾ പറയുക. കർണാടക സിനിമകളിൽ കാണുന്ന കാര്യമാണ് അയാൾ പറഞ്ഞത്. അത് ഒറ്റയ്ക്ക് ഒരു മൃതദേഹം എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. 50 കിലോ 60 കിലോ ഒരാൾ ഒറ്റയ്ക്ക് ഒരു മൃതദേഹം എടുത്തുകൊണ്ട് പോകാൻ കഴിയൂ? നമ്മളീ പറയുന്ന നാട്ടിൽ മരണം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ കുടുംബത്തിലെ ബന്ധുക്കളൊക്കെ മരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ മൃതദേഹം എടുത്തുകൊണ്ട് പോയി അടക്കം ചെയ്തിട്ടില്ലേ? അപ്പം എത്ര പേരാണ് പിടിക്കുന്നത്? മൃതദേഹം 4 പേര് 5 പേര് 6 പേരൊക്കെ പിടിച്ചിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ ബലത്തിലാണ് നമ്മളിങ്ങനെ അയച്ചു നിൽക്കുന്നതെന്നേ. ഇല്ലെങ്കിൽ ഈ പറയുന്ന ശരീരത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ മൃതദേഹം 4-5 പേരെ എടുത്താലേ പൊങ്ങുള്ളൂ. അത്രയ്ക്ക് ഭാരമുണ്ടല്ലോ. 10-70 കിലോ ഇല്ല. എനിക്കൊക്കെ ആണെങ്കിൽ 10-90 കിലോ എടുപ്പിച്ചുണ്ട്. അവ എടുക്കാൻ ഇത്തിരി പാടുപെടും. അപ്പോൾ അതുപോലുള്ള മൃതദേഹങ്ങൾ, അത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അടക്കം ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യമല്ല. ഇത് മൊത്തം കള്ളമാണ്. ഇത് ഈ ജിഹാദികളുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യം. ജിഹാദികളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അവർക്ക് കൃത്യമായ താല്പര്യമുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ പറയുന്ന വിവാദം കത്തിച്ച് കലാപം ഉണ്ടാക്കി ക്ഷേത്രം വരെ പൊളിച്ചു കളയാനുള്ള പദ്ധതി ഉണ്ടായിരുന്നിരിക്കണം പിന്നിൽ. അങ്ങനെയൊക്കെ പദ്ധതികളായിരുന്നായിരിക്കാം ജിഹാദികളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം പൊളിഞ്ഞു പൊക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. ഈ ഭൂമി കച്ചവടം നടക്കുമ്പോഴേക്കും അതിൽ എന്താ പറയുക, ഈ പറയുന്ന സമുദായം അതൊന്നും വരുന്നില്ല. എൻ്റെ ലാഭം അതെങ്ങനെ നടപ്പാക്കാം, അതിനു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് മാത്രമേ. റിയൽ എസ്റ്റേറ്റുകാർക്ക് ഒരിക്കലും മനുഷ്യപ്പറ്റെന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ, ഒരിക്കലും വരില്ല അവർക്ക്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇവർ ഈ പറയുന്ന ആള് ചെയ്തതുപോലെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കർണാടക അവരുടെ തെലുഗു സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ. ഭയങ്കര കാൽക്കുലേഷനിലൊക്കെയാണ്. നമുക്ക് കാണുമ്പോൾ ചിരി വരും. പക്ഷെ ഇതെങ്ങനെ നടക്കും എന്ന് ലോജിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല അവരുടെ സിനിമകളിലുള്ളത്. അത്തരത്തിലുള്ളൊരു കാര്യമാണ്. മാത്രമല്ല എത്ര നീചമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടേതടക്കം അഴിവസ്ത്രമില്ലാതെ ബാഗോട് കൂടി ആ കുട്ടിയെ കുഴിച്ചിട്ടു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറുന്ന തരത്തിൽ എത്രത്തോളം വൈകാരികമായ ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മൾ സ്ത്രീകളെ എന്ന് പറയുമ്പോൾ പോലും നമ്മൾ കണ്ണടയ്ക്കും. പക്ഷേ ഒരു ചെറിയ കുട്ടിയെ എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും. അവിടെ ആരും മതമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കില്ല, അവിടെ ഒന്നിച്ചിറങ്ങും. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവരായിരിക്കാം ഇതിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ നിന്ന് സ്ത്രീകളെ കാണാതായിട്ടുണ്ടായിരിക്കും, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനെ കാണാതായിട്ടുണ്ടായിരിക്കാം. അതിനു വേണ്ടിയാണല്ലോ അവരവിടെ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് നടത്തുന്നത്. എല്ലാ നാട്ടിലും കാണാതാവുന്ന അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ മേലില് ചില കാര്യങ്ങൾ, ഈ പറയുന്ന കർണാടക ഭാഗങ്ങളൊക്കെ നമുക്കറിയാം മാഫിയകളുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല തർക്കങ്ങളും ഒക്കെ നടക്കുന്ന കഥകളൊക്കെ നമ്മളും ദിനം പ്രതി കേൾക്കുന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഇത്തരത്തിലുള്ളത്. ഇതിനെ നമ്മൾ എന്താ പറയുക, തൃണവൽക്കരിച്ച് കളയുകയല്ല, സംഭവങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം. പക്ഷേ ഒരു 4000 എന്നൊക്കെ പറയുമ്പോൾ കണക്ക് കുറച്ച് കടന്നുപോയില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു 4000-ന് കണക്ക് കൊടുക്കേണ്ടി വരെ SIT രൂപീകരിച്ചു എന്ന് പറയുമ്പോൾ കർണാടക മുഖ്യമന്ത്രിയുടെ മേലെ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ അതിനും അന്വേഷണം വരണം. തീർച്ചയായും അതിനും അന്വേഷണം വരണം. അന്വേഷണം വരട്ടെ. ഇതിലെന്താണ് സംഭവം നടന്നിട്ടുള്ളത്, ജിഹാദികൾക്ക് എന്താണ് പങ്ക് എന്നുള്ളത്, അവരുമായിട്ട് സിദ്ധരാമയ്യക്ക് പങ്കുണ്ടോ എന്ന് കൂടി അന്വേഷിക്കട്ടെ. അതിലും അന്വേഷണം വന്ന് കൃത്യമായ അന്വേഷണം വരട്ടെ. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെ പുറത്തും വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.